നമസ്കാരം. ഇൻട്രൊഡക്ഷൻ ടു അവർ ലെക്ചർ സീരീസിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനൂപ് ശശികുമാർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന അറേ ആണ്. അറേ എന്ന് പറയുന്ന ആറിലുള്ള ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. അറേ എഴുതാനുള്ള ഒരു ബേസിക് സ്ട്രക്ചർ ഇതാണ്. അറേ ഡാറ്റ കൊടുക്കുന്നത്, ഡയമെൻഷൻ ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് ഡാറ്റ, പിന്നെ ഡയമെൻഷൻ നെയിം. ഇതെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ഈ രണ്ട് വെക്ടേഴ്സ് നമ്മൾ ഇവിടെ ഇങ്ങനെ നമുക്ക് ആദ്യം ഈ രണ്ട് വെക്ടേഴ്സിനെ റൺ ചെയ്യാം. റൈറ്റ്. ഇനി നമുക്ക് ഈ രണ്ട് വെക്ടേഴ്സിനെ നമുക്കിതിനെ ജോയിൻ ചെയ്ത് കമ്പൈൻ ചെയ്ത് ഇതിനെ ഒരു രണ്ട് 3x3 മെട്രിക്സസ് ആയിട്ട് എഴുതണം. അപ്പൊ നമ്മൾ ഈ വെക്ടേഴ്സിനെ നമ്മൾ ഇവിടെ ജോയിൻ ചെയ്തിട്ട് അതിനെ രണ്ട് മെട്രിക്സസ് ആയിട്ട് മാറ്റി എഴുതുകയാണ്. അപ്പൊ നമ്മൾ ഈ ഡാറ്റയുടെ ഒരു മാറ്റുകയാണ്. സപ്പോസ് നമുക്ക് ഈ കോഡ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അതിനു മുമ്പ് ഇവിടെ ഇതൊന്ന് ക്ലീൻ ചെയ്യും. ആദ്യം തൊട്ടേ നമുക്ക് റൺ ചെയ്യാം. ഈ റിസൾട്ട് പ്രിന്റ് റിസൾട്ട്, എല്ലാ റിസൾട്ട് എന്ന് കൊടുത്താലും വരും. നമ്മൾ ഈ ഇൻപുട്ട് ചെയ്ത ഡാറ്റയെ നമ്മൾ രണ്ട് 3x3 മെട്രിക്സസ് ആയിട്ട് നമ്മൾ ഇവിടെ റീഷേപ്പ് ചെയ്തു. ഇനി നമുക്കിതിനെ കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്യണം എന്ന് വയ്ക്കുക. റൈറ്റ്. മോഡിഫൈ ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യുക? നമുക്ക് കോളം നെയിംസും റോ നെയിംസും മെട്രിക്സ് നെയിംസും കൊടുക്കണം. നമ്മൾ നേരത്തെ ഇവിടെ ജസ്റ്റ് ഈ ഡാറ്റ റീഷേപ്പ് ചെയ്തതേ ഉള്ളൂ. അത് കൂടാതെ നമുക്ക് ഇതിൽ ഈ റോ നെയിംസും കോളം നെയിംസും കൊടുക്കണം, മാട്രിക്സ് നെയിംസും കൊടുക്കണം. അപ്പൊ നമ്മൾ കോഡിൽ ചെറിയൊരു ചേഞ്ച് എടുത്തതാണ്. അറേ ദിസ് ഈസ് ലിസ്റ്റ് ഓഫ് ലിസ്റ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ലിസ്റ്റ് എന്ന് പറയുന്നത് ലിസ്റ്റുകളിലെയും ലിസ്റ്റാണ്. ലിസ്റ്റിന്റെ അകത്ത് രണ്ട് ലിസ്റ്റ് ഇട്ടു. പിന്നെ ഡയമെൻഷൻ, ഇതാണ് നമുക്ക് വേണ്ട ഡയമെൻഷൻ. രണ്ട് 3x3 മെട്രിക്സസ് ആയി നമ്മൾ മാറ്റുന്നു. ഇനി ഡയമെൻഷൻ നെയിംസ് എന്ന് പറയുമ്പോൾ ഇവിടെ മൂന്ന് നെയിംസ് ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഇവിടെ 3 ഡയമെൻഷൻ ഉണ്ട്? 1, 2, 3, 3x3x2. ആദ്യത്തേത് റോ നെയിം, രണ്ടാമത്തേത് കോളം നെയിം, മൂന്നാമത് മാട്രിക്സ് നെയിംസ്. ഇത് നമ്മൾ ഈ റോ നെയിംസിന് ഇവിടെ റോ 1, റോ 2, റോ 3 സ്ട്രിങ് ആണ്. കോളം നെയിംസ് കോളം 1, കോളം 2, കോളം 3 അതും സ്ട്രിങ് ആണ്. മാട്രിക്സ് നെയിംസ് മാട്രിക്സ് 1, മാട്രിക്സ് 2. നമുക്ക് ഈ കോഡ് ഇത് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. ഓൾറൈറ്റ്. പ്രിന്റ് റിസൾട്ട്. അതിന് നമുക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാം. മാട്രിക്സ് 1, കോളം 1, റോ 1, റോ 2, റോ 3, കോളം 1, കോളം 2, കോളം 3, മാട്രിക്സ് 2, കോളം 1, കോളം 2, കോളം 3, റോ 1, റോ 2, റോ 3. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ, അഥവാ നമ്മൾ കൊടുത്ത പേരുകൾ തന്നെ നമുക്ക്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ എലമെന്റ്സ് കോൾ ഔട്ട് ചെയ്യണമെന്നുണ്ട്. എനിക്ക് റിസൾട്ടിന്റെ തേർഡ് റോ സെക്കൻഡ് മെട്രിക്സസിൽ എനിക്ക് എക്സ്ട്രാക്ട് ചെയ്യണമെന്നുണ്ട്. ഐ ജസ്റ്റ് വാണ്ട് ടു എക്സ്ട്രാക്ട് ദിസ്. തേർഡ് റോയിൽ 3 എലമെന്റ്സ് ആണ്. 1, 2, 3. ഇനി എനിക്ക് ഫസ്റ്റ് റോ തേർഡ് കോളം ഓഫ് ദ ഫസ്റ്റ് മെട്രിക്സ്. നമുക്കിതിൽ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വേണ്ട എലമെന്റ്സ് കാരണം ഇത് റോ കോളം മെട്രിക്സ്, ഈ 3 ഇത് നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യണം, അതിനനുസരിച്ച് ഈ 3 ഇൻഫർമേഷൻ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുക. എനിക്ക് ഫസ്റ്റ് റോ തേർഡ് കോളം ഫസ്റ്റ് മാട്രിക്സ് 16, ഫസ്റ്റ് റോ തേർഡ് കോളം ഓഫ് ദ ഫസ്റ്റ് മാട്രിക്സ് കിട്ടി. ഇനി കോമ 2. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് സെക്കൻഡ് മാട്രിക്സ് മാത്രം പ്രിന്റ് ചെയ്യണം. സെക്കൻഡ് മാട്രിക്സ് മാത്രം പ്രിന്റ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ അറേ എന്ന് പറയുന്നത് നമ്മൾ
എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി. ഇത് വേറൊരു ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. നമ്മൾ ഈ അറേ വെച്ചിട്ട് നമുക്ക് പല എന്താണ് പറയുക, ഇതിലേക്ക് നമുക്ക് വെക്ടേഴ്സിനെ ഇമ്പോർട്ട് ചെയ്യാം, പിന്നെ റീഷേപ്പ് ചെയ്തെടുക്കാം. റീഷേപ്പ് ചെയ്തെടുത്ത് നമുക്ക് ഈ എന്താണ് പറയുക, ഡാറ്റയെ നമുക്ക് ഈ പറഞ്ഞ നമ്മളിപ്പോൾ കണ്ട രീതിയിൽ കോൾ ചെയ്യാം. പിന്നെ ഇതിന് മുകളിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് വേണമോ ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അറേ സാധാരണ ആർ പ്രോഗ്രാമിംഗിൽ ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പല ഡാറ്റ ടൈപ്സും ഉണ്ട്. അതാണ് നമ്മുടെ ഡാറ്റ ഫ്രെയിംസ്, മാട്രിസസ്, ഫാക്ടേഴ്സ്, അങ്ങനെ മറ്റു പല ഇതുമുണ്ട്. അപ്പൊ നമുക്കിനി അടുത്തതായിട്ട് ഡാറ്റ ഫ്രെയിംസ് നോക്കാം. കാരണം ആറിൽ നമ്മൾ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ് ആണ് ഡാറ്റ ഫ്രെയിംസ്. അപ്പോൾ ഡാറ്റ ഫ്രെയിംസിനെ പറ്റി നമുക്ക് ഇന്ന് ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ഓക്കെ, സോ ഡാറ്റ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ ആണ് that represent cases in which there are a number of observations and measurements. ഇവിടെ ഒബ്സർവേഷൻസ് റോയിലും മെഷർമെന്റ് കോളംസിലും ഉണ്ട്. നമ്മളിത് ഇവിടെ ആറില് ഒരു 3 വെക്ടേഴ്സ് എടുക്കുകയാണ്. ആദ്യത്തേത് ഇന്റിജർ വെക്ടർ, ദാറ്റ് ഈസ് 1 2 3 നമ്പർ ആണ്. അടുത്തത് ക്യാരക്ടർ വെക്ടർ. ക്യാരക്ടർ വെക്ടർ എന്ന് പറയുമ്പോൾ ABC സ്ട്രിങ്സ് ആണ്. മൂന്നാമത്തേത് ബൂൾ വെക്ടർ, ദാറ്റ് ഈസ് ബൂളിയൻ വെക്ടർ. ബൂളിയൻ വെക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ലോജിക്കൽ വാല്യൂ, ദാറ്റ് ഈസ് ട്രൂ, ഫാൾസ്, ഇങ്ങനെയുള്ളത്. ഇത് മൂന്നും നമ്മൾ കൊടുത്തു. ഇനി ഇതിനെല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് കൊടുക്കുകയാണ്. ഒരു ഡാറ്റ ഫ്രെയിമിലേക്ക് ഇടണമെങ്കിൽ നമ്മൾ ഡാറ്റ ഡോട്ട് ഫ്രെയിം എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിക്കും. ഈ ഡാറ്റ ഡോട്ട് ഫ്രെയിം എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിച്ച് മൂന്നിനെയും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഇന്റിജർ, ക്യാരക്ടർ, ബൂളിയൻ വെച്ച് റൺ ചെയ്താൽ നമുക്കിനി ഡാറ്റ ഫ്രെയിം കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, സി ഇതാണ് നമ്മുടെ ഡാറ്റ ഫ്രെയിം. ഡാറ്റ ഫ്രെയിമിന്റെ സ്ട്രക്ചർ നോക്കി, ഇതാണ് നമ്പർ ഓഫ് റോസ് 1 2 3, ഇതാണ് നമ്പർ ഓഫ് കോളംസ്. ഇവിടെ എന്ന് വെച്ചാൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഡാറ്റ ഫ്രെയിമുള്ള എലമെന്റ്സിന്റെ ലെങ്ത് സെയിം ആയിരിക്കണം. ജസ്റ്റ് നമുക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, അല്ല എങ്കിൽ എന്ത് സംഭവിക്കും. സി error in data frame, argument simply differing number of rows. ഡാറ്റ ഫ്രെയിമിൽ പറയുന്നത് എല്ലാ വേരിയബിൾസിന്റെയും എന്താണ് പറയുന്നത്, നമ്പർ ഓഫ് റോസ് ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഓടില്ല, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. അപ്പൊ നമ്മളൊരു ഡാറ്റ ഫ്രെയിം എന്താണ് പറയുന്നത് ജനറേറ്റ് ചെയ്യുമ്പോൾ ഈ കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. നമുക്കൊരു ഡാറ്റ ഫ്രെയിം ജനറേറ്റ് ചെയ്യണമെന്ന് ചോദിക്കും. ഡാറ്റ ഫ്രെയിമിൽ നമുക്ക് എല്ലാ ടൈപ്പ് ഇൻഫർമേഷനും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കണം. നമ്മളൊരു ഡാറ്റ ഫ്രെയിം ജനറേറ്റ് ചെയ്യണം. ഇതൊരു എംപ്ലോയി ഡാറ്റ ഫ്രെയിമിനകത്ത് എംപ്ലോയി ID C(1:5). ഇതൊന്ന് ഇങ്ങനെ ഈ ഒരു കമാൻഡ് ഉപയോഗിക്കുമ്പോൾ ഒരു 1 2 3 4 5 എന്ന് 1 തൊട്ട് 5 വരെയുള്ള സീക്വൻസിലുള്ള വാല്യൂസ് നമുക്ക് കിട്ടും. എംപ്ലോയി നെയിം അത് സ്ട്രിങ് ആണ്, ഒരു ലിസ്റ്റ് ഓഫ് സ്ട്രിങ്സ് ആണ്. സാലറി ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ആണ്. ജോയിനിങ് ഡേറ്റ് ആസ് ഡോട്ട് ഡേറ്റ് എന്ന് പറയുന്ന ആറിലെ ഒരു ഡേറ്റ് ഫോർമാറ്റ് കൊടുക്കാനുള്ള കമാൻഡ് ആണ്. ഇതൊരു ഡേറ്റിന്റെ ലിസ്റ്റ് ആണ്, ഇതൊരു ലിസ്റ്റ് ആണ്, അതിനെ നമ്മൾ ഡേറ്റ് ആയിട്ട് റീഡ് ചെയ്യുന്നു. സ്ട്രിങ്സ് ആസ് ഫാക്ടേഴ്സ് ഫോൾസ്, അതെന്താണെന്ന് നമ്മൾ പിന്നെ കാണുക. ഫാക്ടർ വേരിയബിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. നമുക്ക് ഈ കോഡ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇനി ഇതിന്റെ ഈ ഒരു ഡാറ്റ ഫ്രെയിം ജനറേറ്റ് ചെയ്യുന്ന സ്ട്രക്ചർ നമ്മൾ നോക്കാം. ഏതൊരു ഒബ്ജക്റ്റിന്റെ സ്ട്രക്ചർ നോക്കണം നമ്മൾ str കമാൻഡ് ഉപയോഗിച്ചാൽ മതിയാകും. ഡാറ്റ ഫ്രെയിം ആണ്, 5 ഒബ്ജക്ട്സ്, 5 ഒബ്ജക്ട് ഓഫ് 4 വേരിയബിൾസ്. എംപ്ലോയി ID അത് ഇന്റിജർ ആണ്. എംപ്ലോയി നെയിം അത് ക്യാരക്ടർ ആണ്. സാലറി നമ്പർ ആണ്.
ജോയിനിങ് ഡേറ്റ് ആണ്. സോ ഡാറ്റ ഫ്രെയിമിൽ 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസ് ഉണ്ട്. ഇന്റിജർ, ക്യാരക്ടർ, നമ്പർ, ഡേറ്റ്. ഇനി ഇതിൽ നമുക്ക് വാല്യൂസ് എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യണം? 1-2 കോളംസ് മാത്രമാക്കി നമുക്ക് എടുക്കാം. ഔട്ട്പുട്ട്, എനിക്കിതിൽ നിന്ന് എംപ്ലോയി നെയിമും എംപ്ലോയി ഐഡിയും മതി. ഇത് വെച്ച് ഞാൻ പുതിയൊരു ഡാറ്റ ഫ്രെയിം ഉണ്ടാക്കണം എന്ന് വെക്കുക. അപ്പൊ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു ഡാറ്റ ഫ്രെയിം എംപ്ലോയി ഡാറ്റ. ഇതാണ് നമ്മുടെ എക്സിസ്റ്റിംഗ് ഡാറ്റ ഫ്രെയിം. അവിടെ നമ്മൾ ഒരു $സൈൻ കൊടുക്കുക. $സൈൻ എന്തിനാണെന്നറിയാമോ? ഇതിലെ വാല്യൂസ് നമ്മൾ കോളിൻ ചെയ്യും. $സൈൻ കൊടുക്കുമ്പോൾ ഇവിടെ ഇത് എങ്ങനെയെല്ലാം വരും. വേണ്ടത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താലും മതി. കോമ ഇടുക, എംപ്ലോയി ഐ ഡി, എനിക്കിത് രണ്ടും മതി. ഞാനൊരു പുതിയൊരു ഡാറ്റ ഫ്രെയിം ഉണ്ടാക്കി അതിനകത്ത് എന്തൊക്കെ ഇൻഫർമേഷൻ വന്നു നോക്കുക. എംപ്ലോയി നെയിമും എംപ്ലോയി ഐ ഡിയും കിട്ടി. അടുത്തത്, ഇത് എനിക്ക് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ആദ്യത്തെ 2 റോസ് എക്സ്ട്രാക്ട് ചെയ്താലും മതി. എനിക്കിനി ആദ്യത്തെ 2 റോസ് എക്സ്ട്രാക്ട് ചെയ്യണമെന്ന് വെക്കുക. എംപ്ലോയി ഡാറ്റ 1:2. ഫസ്റ്റ് 2 റോസ് ഓഫ് ഇവിടെ 1:2 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 റോയും. അപ്പൊ എന്താണ് റിസൾട്ട് കിട്ടുക നോക്കാം. ആദ്യത്തെ 2 റോ എല്ലാ കോളത്തിൽ നിന്നും ആദ്യത്തെ, അപ്പൊ നമ്മൾ 4 കോളം ഉണ്ട്, ആദ്യത്തെ 2 റോയും ഉണ്ട്. ഇവിടെ ഫസ്റ്റ് 2 റോ ഓഫ് ഓൾ കോളംസ് എന്നാണ്. ഇവിടെ ഫസ്റ്റ് 2 റോസ് ഓഫ് ആദ്യത്തെ കോളം ആണെങ്കിലോ ആദ്യത്തെ കോളത്തിന്റെ ഇത് മാത്രം എടുത്തു. ഇനി എനിക്ക് ആദ്യത്തെ 2 റോ വിത്ത് മൂന്നാമത്തെയും 4-മത്തെയും കോളം അതെങ്ങനെയാണ് എങ്കിൽ ചെയ്യണം? നമുക്ക് അതിനെ വേറൊരു പേര് വിളിക്കാം, റിസൾട്ട്. റിസൾട്ട് എന്ന് പറയുന്നത് എംപ്ലോയി ഡാറ്റയിൽ C12 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റോ, C34 എന്ന് പറഞ്ഞാൽ തേർഡ് ആൻഡ് ഫോർത്ത് കോളം. റൺ ചെയ്യുക, എന്താണെന്ന് നോക്കാം. വെരി ഗുഡ്, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ വാല്യൂ കിട്ടി. എനിക്കിതിന് പുതിയൊരു കോളം ഇടണം എന്ന് വെച്ചു. ഇവരുടെ ഡിപ്പാർട്ട്മെന്റ് ചേർക്കണം. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇൻഫർമേഷൻ ഉള്ളത്? എംപ്ലോയി ഐ ഡി, എംപ്ലോയി നെയിം, സാലറി, ജോയിനിങ് ഡേറ്റ്. ഇനി എനിക്ക് ഇവരുടെ ഡിപ്പാർട്ട്മെന്റ് കൂടി ചേർക്കണം എന്ന് വെച്ചു. എംപ്ലോയി ഡാറ്റ $ഡിപ്പാർട്ട്മെന്റ് ഞാനൊരു പുതിയൊരു വാല്യൂ അസൈൻ ചെയ്തിട്ട്, ഇതാണ് നമ്മുടെ ഒരു പുതിയ വേരിയബിൾ, അതിന്റെ വാല്യൂസ് ആണ് ഇത്. എംപ്ലോയി ഡാറ്റയിലേക്ക് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ഇൻഫർമേഷൻ കൂടെ ചേർക്കുക. എംപ്ലോയി ഡാറ്റ $ഡിപ്പാർട്ട്മെന്റ് ഈസ് ഈക്വൽ ടു IT, ഫൈനാൻസ്, ഓപ്പറേഷൻസ്, HR അഡ്മിനിസ്ട്രേഷൻസ്. ഇതെല്ലാം സ്ട്രിംഗ് വേരിയബിൾസ് ആണ്. എംപ്ലോയി ഡാറ്റയെ ഞാൻ ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്യുകയാണ്. ഔട്ടിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാം. എംപ്ലോയി ഐ ഡി, എംപ്ലോയി നെയിം, സാലറി, ജോയിനിങ് ഡേറ്റ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ നേരത്തെ ആഡ് ചെയ്ത വാല്യൂ തിരിച്ചിവിടെ വന്നിരിക്കുന്നു. രണ്ട് ഡാറ്റ ഫ്രെയിം നമുക്ക് ജോയിൻ ചെയ്യണമെന്ന് വിചാരിക്കുക. സപ്പോസ് ഇതൊരു കമ്പനിയുടെ ഒരു HR ഡാറ്റാബേസ് ആണ്. പുതിയതായിട്ട് ഒരു 2 എംപ്ലോയീസ് വന്നു, അവരുടെ ഇൻഫർമേഷൻ വേറൊരു ഡാറ്റ ഫ്രെയിമിലാണെന്ന് വെക്കുക. നമ്മൾ അതിനെ ഒരു എംപ്ലോയി ന്യൂ ഡാറ്റ എന്ന് പറഞ്ഞൊരു ഡാറ്റ ഫ്രെയിമിൽ വെച്ചു. ഈ എംപ്ലോയി ന്യൂ ഡാറ്റ എന്ന് പറയുന്നത് അതിനു മുമ്പ് നമുക്ക് ഈ ആദ്യത്തെ ഡാറ്റ ഫ്രെയിം ഒന്നുകൂടെ ഓടിക്കാം, കാരണം നമ്മൾ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തു. This is employee new data. Okay, fine. Employee new data. നമുക്കിതും ആദ്യത്തെ ഡാറ്റ ഫ്രെയിമും ഇത് ജോയിൻ ചെയ്യണമെങ്കിൽ r-bind മീൻസ് നമ്മൾ റോ വെച്ച് ബൈൻഡ് ചെയ്യണം, റോ ലെവലിൽ ബൈൻഡ് ചെയ്യാണ്. അപ്പൊ നമ്മൾ പുതിയ ഡാറ്റാബേസ് ജനറേറ്റ് ചെയ്തു. അതെന്താണെന്ന് നോക്കാം. അവസാനത്തേത് അമൻ, പീയൂഷ്, ആകാശ്, അവർ ഇൻഫർമേഷൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തു.
ഇനി നമുക്ക് ഇതിൽ നിന്നൊരു ഡാറ്റ ഫ്രെയിമിന്റെ ഒരു കോലം ഡിലീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ employee out data. നമ്മൾ ഈ പുതിയ എംപ്ലോയി ഔട്ട് ഡാറ്റ എന്ന് പറഞ്ഞത് ജനറേറ്റ് ചെയ്തു. ഇനി ഈ എംപ്ലോയി ഔട്ട് ഡാറ്റയിൽ നിന്ന് എനിക്കൊരു കോളം ഡിലീറ്റ് ചെയ്യണമെന്ന് വെക്കുക. എന്ത് ചെയ്യും? പല വഴികളുണ്ട്. അതിലൊരു ഏറ്റവും സിമ്പിളായ ഒരു വഴിയാണ് എംപ്ലോയി ഔട്ട് ഡാറ്റ, ഇതിൽ ജോയിനിങ് ഡാറ്റ ആണ്, ഈസ് ഈക്വൽ ടു നൾ എന്ന് കൊടുക്കുക. നമുക്ക് എംപ്ലോയി ഔട്ട് ഡാറ്റ നോക്കാം. ജോയിനിങ് ഡേറ്റ് ഇല്ല, അത് നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്യാൻ പല വഴികളുണ്ട്, അത് നമ്മൾ ഓവർ ദ ടൈം കാണാം. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള ഒരു വഴി. ഡാറ്റ ഫ്രെയിം വെച്ച് ഇനിയും ഒത്തിരി ഓപ്പറേഷൻസ് ഉണ്ട്. അത് വൺസ് നമ്മളൊരു ഡാറ്റ അനാലിസിസ് സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണുക. ഈ ഡാറ്റ ഫ്രെയിം എന്താണെന്നുള്ളതിന്റെ ഒരു ബേസിക് ഇൻട്രഡക്ഷൻ മാത്രമാണ്. സോ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ്. അടുത്ത സെഷനിൽ നമ്മൾ മാട്രിക്സ് എന്താണെന്നും മാട്രിക്സ് ഓപ്പറേഷൻസ് എങ്ങനെയാണ് ആറിൽ ചെയ്യുക എന്നും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ടിൽ ദെൻ ബൈ. താങ്ക് യു.